നിങ്ങളാരെങ്കിലും ഈ ഒരു ഐറ്റംസ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ വാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കോമ്പറ്റീഷനിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഐറ്റം കൂടിയാണ്. വളരെ ടേസ്റ്റിയും വെറൈറ്റിയും തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഫുൾ വാച്ച് ചെയ്യുക. കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് മുകളിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയെന്ന് നോക്കുക. അതുപോലൊക്കെ ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കുക. അതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഐറ്റംസ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊരു മസാലപ്പൊടി പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് മല്ലി, അതുപോലെ തന്നെ കുറച്ച് ഉലുവ, പിന്നെ 2 കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 2-3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു ബേ ലീഫും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ആഡാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മസാല തയ്യാറാക്കാം കേട്ടോ. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കൊക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ പീസാക്കി അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കുറച്ച് പച്ചമുളക് ചെറിയ പീസാക്കിയതും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. ആ ഒരു പച്ച കുത്തില്ലേ അതൊന്ന് മാറുന്നത് വരെ ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ച് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പൊടിയായിട്ടുള്ള രീതിയിൽ ആക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു ബീഫാണ് ഞാൻ ഇതിലേക്ക് ആഡാക്കിയത്. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം പൊടിച്ചെടുത്തൊരു മസാലപ്പൊടിയില്ലേ, ആ ഒരു മസാലപ്പൊടി കൂടി ഇതിലേക്ക് ആഡാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി ഇതാ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഈ ഒരു പേരിന് കുറുബീഫ് എന്നല്ലേ, അപ്പോൾ ആ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മളെ കൂർക്കയില്ലേ, ആ കൂർക്ക നല്ലതുപോലെ വേവിച്ച് ഉടച്ച് വെച്ചതാണ് കേട്ടത്. അത് നമ്മൾ ഇതിലേക്ക് മിക്സാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ബീഫും ഈ കൂർക്കയും ഈ മസാലയും കൂടി ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു പ്രത്യേക സ്മെല്ല് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസാക്കിയത് ഈ ഒരു ഐറ്റംസിലേക്ക് നേരിട്ടാണ് ആഡ് ആക്കുന്നില്ല. ആ ഒരു നമ്മളുണ്ടാക്കിയ മസാല ഇല്ലേ, ആ മസാലയുടെ ഒരു സൈഡിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ തക്കാളി ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ഒരു ടേസ്റ്റില്ലേ അത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി പിന്നെയാണ് ഞാനിതിലേക്ക് ഈ മസാലയുമായിട്ട് ഇത് ആഡ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ നിങ്ങളും ചെയ്യണേ. കാരണം അപ്പോഴാണ് ഈ ഒരു നമ്മൾ ആ ഒരു ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു തക്കാളിയുടെ ആ ഒരു ടേസ്റ്റില്ലേ അതിലേക്ക് വരുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ഫ്ലേവർ വരും. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയടിയും കൂടി ആഡാക്കി നല്ലതുപോലെ മിക്സാക്കി നമ്മൾ ഇറക്കി വെക്കുക. അതിന് ശേഷം അങ്ങനെ തന്നെ നമ്മളെ മസാല റെഡി ആയിട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു എഗ്ഗ്, അതുപോലെ തന്നെ കുറച്ച് കടലപ്പൊടി, പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലവറും കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്കിത് നമ്മളുടെ പാറ്റീസ് പറയുന്നത് ഈ ഒരു കട്ട്ലേറ്റ് രൂപത്തിന് ആണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ഒലീവ് ഓയിലും ബട്ടറും കൂടി ആഡാക്കിയിട്ട് അതിലേക്ക് ചെറിയ രീതിയിലൊന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാറ്റീസിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം വേവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് വേവ് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചീസില്ലേ അത് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഈ വെറൈറ്റി ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളെ കുർബീഫ് പാറ്റീസ് റെഡി ആയിട്ടോ. ഇനി അതിലേക്ക് നമ്മളൊരു സലാഡ് കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു സലാഡിൻ്റെ കൂടെ വേണം അത് കഴിക്കാൻ. നമുക്ക് ആ സലാഡ് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഇതാ കുറച്ച്
ക്യാരറ്റ് ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയത്, അതുപോലെ തന്നെ കുറച്ച് കുക്കുംബർ സ്ലൈസ് ആക്കിയതും, അതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് ചാറ്റ് മസാലയും കുരുമുളകും കൂടി മിക്സ് ആക്കിയത്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഒരു നുള്ളുപ്പ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഈ ഒരു സലാഡ് മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ മിക്സാക്കി വെച്ച സലാഡ് ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മൾ പാറ്റീസ് ഇല്ലേ, ആ പാറ്റീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പാറ്റീസ് വേണം കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഞാനിതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തത് ഇംലി ചട്നിയും, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസോ മയോനൈസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു പാറ്റീസിന് ഇതേ ഒരു സലാഡും ഈ ഒരു മസാല കൂടി വെച്ചിട്ട് വേണം നിങ്ങളും പ്രിപ്പയർ ചെയ്യാൻ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാറ്റീസ് നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകും. അത്രയ്ക്കും വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാറ്റീസ് തന്നെയാണ് കേട്ടോ. എനിക്ക് അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാനും കൂടി കിട്ടിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ഐറ്റംസ് നിങ്ങളും പ്രിപ്പയർ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.